പ്യുർ കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വന്നേക്കുന്ന ടോപ്പ് ബോട്ടം സെറ്റ് ആട്ടോ. അൻവിറ്റ ബ്രാൻഡിലേക്ക് വന്നേക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫ്രണ്ടിലേക്കായിട്ട് അപ്പർ യോക്കിൻ്റെ ഈ ഒരു ഏരിയയിലേക്കായിട്ട് പിൻഡെക്സാണ് വന്നേക്കുന്നത് കേട്ടോ. ടോപ്പ് A9 കട്ടിങ്ങിലേക്കാണ് വിത്ത് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വന്നേക്കുന്ന ഒരു പലാസോ ഫിറ്റിങ്ങിൽ ഒരു സെമി പലാസോ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്ഡും കൂടി ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ബ്ലൂ ആണ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന ഒരു ലാവൻഡറും നമ്മുടെ ഒരു ഗ്രേ കളറും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇവിടേക്കായിട്ട് ഇങ്ങനെയാണ് പിൻഡെക്സ് വരുന്നത്. ബാക്കിലേക്ക് ടക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫിറ്റിങ്ങും കാര്യങ്ങളായിരിക്കും. A9 കട്ടിങ് ആട്ടോ ബാക്കിലേക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പലാസോ ഫിറ്റിങ്ങിലാണ്. അപ്പോൾ അതൊരു പ്ലെയിൻ ഒരു കുറച്ച് ലൂസ് ഫിറ്റിങ്ങിൽ തന്നെ കിടക്കും. അപ്പോൾ ഫ്രണ്ടിലേക്ക് പടിയും ബാക്കിലേക്ക് എലാസ്റ്റിക്കോ വരുന്നത്. നമുക്ക് ഇടാൻ കംഫർട്ടിന് വേണ്ടിയിട്ട് സൈഡിലേക്കായിട്ട് സിബും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് നല്ല ലൂസ് ഫിറ്റിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഐറ്റമാണ്. ഞാൻ ഇതിനകത്ത് ലാർജ് സൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. 1350 റേറ്റിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത്. ടോപ്പ് വിത്തൗട്ട് ലൈനിങ്ങിലേക്കാണ്. അത്യാവശ്യം ഒരു 46 to 47 ഇഞ്ചസ് ലെങ്തിലേക്കാണ് വന്നേക്കുന്നത്. അപ്പം ഈ ഒരു ഷെയ്ഡും കൂടി ഞാൻ ഇട്ട് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഒരു ഡാർക്ക് ലാവൻഡറും നമ്മുടെ ഒരു ഗ്രേപ്പ് കളറും ഒക്കെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡാണ്. അതിനകത്തേക്ക് ഒരു ഓഫ് വൈറ്റ് കളറിലെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റാണ് വന്നേക്കുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളും ആയിട്ട് വന്നേക്കുന്നതാണ്. നല്ല ഫിറ്റിങ്ങും കാര്യങ്ങളും. കാരണം ഇവിടെ ഈ പിൻഡെക്സും കൂടെ വന്നേക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ഫ്രണ്ടിലേക്കൊക്കെ ആയിട്ട് ഒരു ലോവർ ടമ്മിയൊക്കെ ഉള്ളവർക്കാണ് അതിന് ഹൈഡായി പൊക്കോളൂ. ഇതിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്ന ഒരു സെറ്റ്.